ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ നടക്കുന്ന വാർഷിക അഖിലേന്ത്യാ പോലീസ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പങ്കെടുക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തും. ഫെൽജൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ വടക്കൻ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ തുടരുന്നു. വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ട്രെയിൻ യാത്രക്കാർക്കായുള്ള ബെഡ്ഷീറ്റുകളുടെയും കമ്പിളികളുടെയും അലക്ക് കേന്ദ്രങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 7 ഇടങ്ങളിൽ യന്ത്രവൽകൃത അലക്ക് കേന്ദ്രങ്ങൾ സജ്ജമാക്കി ദക്ഷിണ മധ്യ റെയിൽവേ. HIV-ക്കെതിരെ ഒരുമിച്ച് പോരാടാനും HIV ബാധിതർക്ക് പിന്തുണ നൽകാനും അവസരമൊരുക്കി ഇന്ന് ലോക എയ്ഡ്സ് ദിനം. സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും ഇന്നിറങ്ങും. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ബംഗളൂരു FC മത്സരം. വാർത്തകൾ വിശദമായി. ഒഡീഷയിൽ നടക്കുന്ന വാർഷിക അഖിലേന്ത്യാ പോലീസ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പങ്കെടുക്കും. തുടർച്ചയായ 2ാം ദിവസമാണ് പ്രധാനമന്ത്രി പോലീസ് മേധാവികളുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങളിൽ ആശയവിനിമയം നടക്കും. വിശദാംശങ്ങളിലേക്ക്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ, തീരസുരക്ഷ, സൈബർ കുറ്റങ്ങൾ, നക്സൽ പ്രശ്നം, AI, ഡ്രോൺ ഭീഷണി തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. ഇന്നലെ പോലീസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിർത്തി കടന്നുള്ള ഭീകരവാദവും കള്ളക്കടത്തും പോലുള്ള പരമ്പരാഗത വെല്ലുവിളികൾ എന്നിവ ഉൾപ്പെടെ വിവിധ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ചയായി. കഴിഞ്ഞ വർഷം ജയ്പൂരിൽ നടന്ന സമ്മേളനത്തിൽ ഉയർന്നുവന്ന വിഷയങ്ങളിലെയും തീരുമാനങ്ങളിലെയും പുരോഗതി ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവരും വിവിധ സംസ്ഥാന DGPമാർ ഉൾപ്പെടെ 200ഓളം ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനം ഇന്ന് സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഫെൽജൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ വടക്കൻ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ തുടരുന്നു. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട 100-ലധികം ആളുകളെ കരസേന വിജയകരമായി രക്ഷപ്പെടുത്തി. ഇന്ന് പുലർച്ചെ ചെന്നൈയിൽ നിന്ന് ദുരന്ത നിവാരണ സംഘം പുതുച്ചേരിയിലെത്തിയിട്ടുണ്ട്. കൃഷ്ണനഗർ മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് 5 അടി വരെ ജലനിരപ്പ് ഉയരുകയും 500ഓളം വീടുകൾ വെള്ളത്തിനടിയിലായി എന്നുമാണ് വിവരം. കാരൈക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ കഴിഞ്ഞ രാത്രി തീരം കടന്ന ചുഴലിക്കാറ്റ് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ദുർബലപ്പെടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. തെലങ്കാനയിൽ നിന്നുള്ള നുക്കരാപ്പു സായ് തേജ എന്ന വിദ്യാർത്ഥിയാണ് ഷിക്കാഗോയിൽ കൊല്ലപ്പെട്ടത്. കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായവും ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നൽകുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ അറിയിച്ചു. സംഭവത്തിന് പിന്നിലുള്ളവർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശിലെ സുപ്രധാന റോഡ് വികസന പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് വിലയിരുത്തി. പ്രയാഗ്രാജിൽ അടുത്ത മാസം മഹാകുംഭമേള ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവിടേക്കുള്ള റോഡുകളുടെ നിർമ്മാണ പുരോഗതിക്ക് അവലോകനം ഊന്നൽ നൽകി. റായ്ബറേലി പ്രയാഗ്രാജ് ദേശീയപാത വീതികൂട്ടൽ, പ്രയാഗ്രാജ് ഇന്നർ റിംഗ് റോഡ് നിർമ്മാണം, ഗംഗയിലെ പുതിയ 6-വരി പാലത്തിന്റെ നിർമ്മാണം എന്നിവ ഇരുവരും വിലയിരുത്തി. സെക്കന്ദരാബാദിലെ പ്രതിദിനം 2 ടൺ വസ്ത്രങ്ങൾ അലക്കാൻ ശേഷിയുള്ള സംവിധാനം ഉൾപ്പെടെ 7 ഇടങ്ങളിൽ യന്ത്രവൽകൃത അലക്ക് കേന്ദ്രങ്ങൾ സജ്ജമാക്കി സൌത്ത് സെൻട്രൽ റെയിൽവേ. ട്രെയിൻ യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ നൽകുന്ന കമ്പിളികളും ബെഡ്ഷീറ്റുകളും ഉൾപ്പെടെ അലക്കാനാണ് ഇവ സജ്ജമാക്കിയത്. കച്ചഗുഡയിലെ അലക്ക് കേന്ദ്രത്തിൽ പ്രതിദിനം 12 ടൺ വസ്ത്രങ്ങൾ കഴുകിയെടുക്കാൻ സാധിക്കും. 116 ട്രെയിനുകളിലായി 1.5 ലക്ഷത്തിലധികം ബെഡ്ഷീറ്റുകളും 38,000-ഓളം കമ്പിളികളും ദക്ഷിണ മധ്യ റെയിൽവേ പ്രതിദിനം യാത്രക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇവ മികച്ച നിലവാരത്തിൽ വൃത്തിയായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് അലക്ക് കേന്ദ്രങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 5-ന് നടക്കും. മുംബൈ ആസാദ് മൈതാനത്തിലാണ് ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് BJP മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. BJP, ശിവസേന ഷിൻഡെ വിഭാഗം, NCP അജിത് പവാർ വിഭാഗം എന്നീ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന മഹായുതി സഖ്യം ആകെയുള്ള 288 സീറ്റിൽ 230 നേടിയാണ് അധികാരത്തിലെത്തിയത്. നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ നിയമനിർമ്മാണത്തിനൊരുങ്ങി രാജസ്ഥാൻ. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭായോഗം ബില്ലിന്റെ കരടിന് അംഗീകാരം നൽകി.
വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ വ്യാവസായിക വികസനത്തിന് സഹായകമാകുന്ന 9 പുതിയ നയങ്ങളും മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നാഗാലാൻഡ് സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു. സസ്യ ജന്തുജാല വൈവിധ്യത്താൽ സമ്പന്നവും സുന്ദരവുമായ നാഗാലാൻഡ് ധീരതയുടെ കൂടെ നാടാണെന്ന രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വിവിധ വികസന സൂചികകളിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടത്തെ ശ്രീമതി മുർമു അഭിനന്ദിച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും സമൂഹമാധ്യമത്തിൽ നാഗാലാൻഡിലെ ജനങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു. അതിർത്തി രക്ഷാസേനയായ BSFന്റെ സ്ഥാപക ദിനത്തിൽ ആശംസ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ധീരതയും അർപ്പണബോധവും അസാധാരണമായ സേവന മനോഭാവവും കൈമുതലായുള്ള സുപ്രധാന പ്രതിരോധ നിരയാണ് BSF എന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. എയ്ഡ്സിനെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്. HIV-ക്കെതിരായി ഒരുമിച്ച് പോരാടാനും HIV ബാധിതർക്ക് പിന്തുണ നൽകാനും ഈ ദിനം അവസരമൊരുക്കുന്നു. അവകാശങ്ങളുടെ പാത സ്വീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അജിത് ചക്രവർത്തി ആകാശവാണി വാർത്തകളോട്. HIV അണുബാധ പ്രത്യേകം പകരുന്നത് ശരീരദ്രവങ്ങളിൽ കൂടെയാണ്. മുഖ്യമായിട്ടും സുരക്ഷിതമില്ലാത്ത ലൈംഗിക ബന്ധത്തിൽ കൂടെ, ഇഞ്ചക്ടബിൾ ഡ്രഗ് യൂസേഴ്സിൽ കൂടെ മറ്റ് ആൾക്കാർ ഉപയോഗിക്കുന്ന ഷെയർ ചെയ്യുന്നത് മൂലം, പിന്നെ രക്തത്തിൽ കൂടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ പകരാം. കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും ജ്യോതിസ് എന്ന പേരിൽ സൗജന്യമായിട്ട് HIV ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഇതുപോലുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഒരു എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് സ്വന്തം ആരോഗ്യത്തിനും മറ്റുള്ളവരെ, നമ്മുടെ പങ്കാളികളുടെ ആരോഗ്യത്തിനും അത് അത്യന്താപേക്ഷിതമാണ്. ദേശീയ എയ്ഡ്സ് ദിനാചരണം മധ്യപ്രദേശിലെ ഇൻഡോറിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്തു. എയ്ഡ്സിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നതിനൊപ്പം എയ്ഡ്സ് ബാധിതർക്കെതിരെയുള്ള സാമൂഹിക വേർതിരിവ് ഇല്ലാതാക്കുക കൂടിയാണ് നാം ലക്ഷ്യം വെക്കേണ്ടതെന്ന് ശ്രീ നദ്ദ പറഞ്ഞു. HIV അണുബാധ ഇല്ലാതാക്കാൻ 1-0 എന്ന ക്യാമ്പയിനിലൂടെ സമഗ്രമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് 2030 പുതിയ HIV അണുബാധ ഇല്ലാതെയാകുന്ന സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. എന്നാൽ കേരളം ഈ ലക്ഷ്യം വളരെ നേരത്തെ തന്നെ കൈവരിക്കാൻ പോവുകയാണെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടക്കുന്ന സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും ഇന്നിറങ്ങും. ചൈനയുടെ വു ലുവോയു ആണ് സിന്ധുവിന്റെ എതിരാളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ സിംഗപ്പൂരിന്റെ ജിയ ഹെങ് ജസന്റെയാണ് ലക്ഷ്യ സെന്നിന്റെ എതിരാളി. ISL ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. അർഹതയില്ലാതെ സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങി തട്ടിപ്പ് നടത്തിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്ന് മന്ത്രി K രാജൻ. 1438 പേർ തട്ടിപ്പ് നടത്തിയതായാണ് ധനകാര്യ വകുപ്പ് അറിയിച്ചത്. അവർക്കെല്ലാം വകുപ്പ് നോട്ടീസ് അയച്ചു. പണം തിരിച്ചു വാങ്ങുന്നത് കൂടാതെ തട്ടിപ്പുകാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂയോർക്കിലെ റിയൽ എസ്റ്റേറ്റ് പ്രമുഖൻ ചാൾസ് കുഷ്നറെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിലെ US അംബാസഡറായി നിയോഗിച്ചു. മുൻ ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് ഇസ്രായേൽ പലസ്തീൻ സമാധാന നയം രൂപീകരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്നയാളാണ് ചാൾസ് കുഷ്നർ. 25ാമത് നാഗാലാൻഡ് ഹോൺബിൽ ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കമാകും. കിസാമയിലെ നാഗ ഹെറിറ്റേജ് വില്ലേജിൽ നടക്കുന്ന ഫെസ്റ്റിവൽ സംസ്ഥാനത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നേർക്കാഴ്ചയാകും. വെയിൽസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, പെറു തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ നടക്കുന്ന വാർഷിക അഖിലേന്ത്യാ പോലീസ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പങ്കെടുക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങളിൽ ആശയവിനിമയം നടക്കും. ഫെൽജൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ വടക്കൻ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ തുടരുന്നു. വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ട്രെയിൻ യാത്രക്കാർക്കായുള്ള ബെഡ്ഷീറ്റുകളുടെയും കമ്പിളികളുടെയും അലക്ക് കേന്ദ്രങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 7 ഇടങ്ങളിൽ യന്ത്രവൽകൃത അലക്ക് കേന്ദ്രങ്ങൾ സജ്ജമാക്കി ദക്ഷിണ മധ്യ റെയിൽവേ. HIV-ക്കെതിരെ ഒരുമിച്ച് പോരാടാനും HIV ബാധിതർക്ക് പിന്തുണ നൽകാനും അവസരമൊരുക്കി ഇന്ന് ലോക എയ്ഡ്സ് ദിനം. സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും ഇന്നിറങ്ങും. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ബംഗളൂരു FC മത്സരം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.